നമ്മൾ ചെറുപ്പകാലം തൊട്ട് കേൾക്കുന്നതാണ് മാത്സ് എന്ന് പറയുന്നത് ഭയങ്കര ടഫാണെന്ന്. മിക്ക വിദ്യാർത്ഥികൾക്കും മാത്സ് എന്ന് പറയുന്നത് ടഫായ ഒരു സബ്ജക്റ്റാണ്. എന്നാൽ മാത്സ് ടഫാകുന്നത് എങ്ങനെയാണ്? നമുക്ക് മാത്സിനോടുള്ള അപ്രോച്ച് അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡിൻ്റെ പ്രയാസമാണ് ഇങ്ങനെ ടഫാവാൻ കാരണം. ഈ മാത്സിന് നമുക്ക് ഈസിയായി പഠിക്കാൻ ചില ടിപ്സുകൾ നോക്കാം. ഈ ടിപ്പുകൾ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ മാത്സ് എന്ന് പറയുന്നത് വളരെ ഈസിയായി പഠിക്കാൻ സാധിക്കുന്ന ഒരു സബ്ജക്റ്റാണ്. 5 ടിപ്സ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ മാത്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ഈസിയായി പഠിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ആ ടിപ്സ് നോക്കിയാലോ. ടിപ്പ് നമ്പർ 1, അണ്ടർസ്റ്റാൻഡ് ദ ബേസിക്സ്. ഈ ഫോർമുലാസ് എല്ലാം ബൈഹാർട്ട് ചെയ്ത് പഠിക്കാതെ അവ എവിടെ നിന്നാണ് വരുന്നത് എങ്ങനെയെന്നെല്ലാം മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഈസിയായി പഠിക്കാൻ സാധിക്കും. നമ്മുടെ ബേസിക്സ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് ലൈക്ക് മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ ഇവയെല്ലാം നമുക്ക് കറക്റ്റായിട്ട് അറിയണം. ഇങ്ങനെയുള്ള ബേസിക്സ് ആയിട്ടുള്ള കൺസെപ്റ്റുകൾ കൃത്യമായി പഠിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാത്സിനെ കുറച്ചും കൂടി ഈസിയായി കൈകാര്യം ചെയ്യാൻ സാധിക്കും. സോ അണ്ടർസ്റ്റാൻഡ് ദ ബേസിക്സ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമുക്കൊരു ഫൗണ്ടേഷൻ ഇല്ലെങ്കിൽ ബാക്സ് നമുക്ക് വളരെ ബുദ്ധിമുട്ടായി തോന്നും. അപ്പോൾ ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ വളരെ നല്ലതാണ്. ഏത് ടോപ്പിക്ക് കിട്ടിയാലും അതിൻ്റെ കൺസെപ്റ്റ് നമുക്ക് ക്ലിയർ ആണെങ്കിൽ നമുക്ക് പ്രോബ്ലമാറ്റിക്കലി ചെയ്യുമ്പോൾ അത് ഈസിയായി ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ബേസിക്സ് ആയ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുക. ടിപ്പ് 2, ഡെയിലി പ്രാക്ടീസ്. ഡെയിലി ക്ലാസ്സിലെടുക്കുന്ന ടോപ്പിക്സ് എല്ലാം അന്ന് തന്നെ വന്ന് ഒന്ന് റിവൈസ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മാത്സ് എന്ന് പറയുന്ന ടോപ്പിക്കുകളിലെ കൺസെപ്റ്റ് ക്ലിയറായി ഒന്നുകൂടി മനസ്സിലാകാൻ സാധിക്കും. ഡെയിലി നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് മാത്സിന് ഇൻട്രസ്റ്റിംഗ് ആയിട്ടും അതുപോലെ തന്നെ നമുക്ക് ഈസി ആയിട്ടും കൈകാര്യം ചെയ്യാൻ സാധിക്കും. ടിപ്പ് നമ്പർ 3, ഡോണ്ട് ബി അഫെയ്ഡ് ഓഫ് മിസ്റ്റേക്സ്. പല കുട്ടികളും മാത്സ് ചെയ്യാൻ കിട്ടുന്നില്ല, മാത്സ് ചെയ്യുമ്പോൾ തെറ്റും എന്ന് പറഞ്ഞ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ മടിക്കും. ഇങ്ങനെ നിങ്ങൾ ചെയ്യരുത്. മാത്സ് പ്രോബ്ലം ചെയ്ത് മിസ്റ്റേക്സ് വരും. നമ്മൾ മനുഷ്യരല്ലേ, മിസ്റ്റേക്സ് വരും. മിസ്റ്റേക്സ് എന്താണോ അത് മനസ്സിലാക്കി വീണ്ടും അടുത്ത പ്രോബ്ലം ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ ആ മിസ്റ്റേക്ക് അവിടെ ആവർത്തിക്കാണ്ടിരിക്കും. പ്രോബ്ലംസ് ചെയ്യുമ്പോൾ മിസ്റ്റേക്സ് വരുന്നത് സ്വാഭാവികമാണ്. എവറി ഗ്രേറ്റ് മാത്തമാറ്റീഷ്യൻ വൺസ് സ്ട്രഗിൾ ലൈക്ക് യു. സോ ഡോണ്ട് ഗീവ് അപ്പ്. വെൻ ഇറ്റ് ഫീൽ ടഫ്, ടേക്ക് ഇറ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, വൺ പ്രോബ്ലം അറ്റ് എ ടൈം. സോ ഡോണ്ട് ബി അഫെയ്ഡ് ഓഫ് മിസ്റ്റേക്സ്. ടിപ്പ് നമ്പർ 4, യൂസ് വിഷ്വൽ ലേണിംഗ്. നമ്മൾ മാത്സ് പഠിക്കുമ്പോൾ വിഷ്വലി കണക്ട് ചെയ്ത് പഠിക്കണം. മാത്സ് ഈസ് നോട്ട് ജസ്റ്റ് എ നമ്പേഴ്സ്, ഇറ്റ്സ് പാറ്റേൺ, ഷേപ്സ് ആൻഡ് ലോജിക്. ഡയഗ്രാംസും ജോമെട്രീസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തതാണ് മാത്സ്. അപ്പോൾ ഇങ്ങനെ ഡയഗ്രാംസ് വരഞ്ഞ് പഠിക്കാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെ വരഞ്ഞ് പഠിക്കുക. വിഷ്വലി നമുക്ക് എന്തൊക്കെ കണക്ട് ചെയ്ത് അതൊന്ന് പഠിക്കാൻ സാധിക്കുമോ അങ്ങനെ മാക്സിമം പഠിക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബ്രെയിനിലേക്ക് കൺസെപ്റ്റ് ഈസിയായി എത്താൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ടിപ്സ് ഫോളോ ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ടിപ്പ് നമ്പർ 5, എൻജോയ് ദ സബ്ജക്റ്റ്. നമ്മൾ ചെറുപ്പത്തിൽ തൊട്ട് തന്നെ കേൾക്കുന്നതാണ് മാത്സ് എന്ന് പറയുന്നൊരു സബ്ജക്റ്റ് വളരെ ടഫാണെന്ന്. ഇത് അറിഞ്ഞോ അറിയാതെ നമ്മുടെ മൈൻഡിൽ ഓട്ടോമാറ്റിക്കലി സേവ്ഡ് ആണ് മാത്സ് എന്ന് പറയുന്നത് ഒരു ടഫായ സബ്ജക്റ്റ് എന്ന്. ഫസ്റ്റ് തന്നെ നമ്മൾ ഈ തോട്ട് അങ്ങോട്ട് മാറ്റണം. നമുക്ക് മാത്സ് എന്ന് പറയുന്നത് പഠിക്കാൻ സാധിക്കും. എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് മാത്സ്. നിങ്ങൾ ഇവിടെ പറഞ്ഞ ഈ 5 ടിപ്സ് യൂസ് ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് എന്തായാലും മാത്സ് ഈസി ആയിട്ട് പഠിക്കാൻ സാധിക്കും. പ്രാക്ടീസ് മേക്ക് പ്രോഗ്രസ്, നോട്ട് പെർഫെക്ഷൻ. ആൻഡ് എവറി സ്മാൾ ബിറ്റ് ഓഫ് പ്രോഗ്രസ് യു മേക്ക് ബിൽഡ്സ് യുവർ കോൺഫിഡൻസ്. സോ സ്റ്റാർട്ട് ടുഡേ. ഓപ്പൺ യുവർ ബുക്ക്, ട്രൈ വൺ പ്രോബ്ലം ആൻഡ് ബിലീവ് ഇൻ യുവർ സെൽഫ്. നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കണം. നിങ്ങൾക്ക് കഴിയുമെന്നുള്ള വിശ്വാസം നിങ്ങളിലേക്ക് വരണം. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.